آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل على سيدنا محمد وعلى آل ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. മക്കളെ രണ്ടാളും ഉപയോഗിന്നോളി. ഷിയാബേ അവിടെ നോട്ടാ എന്നാ എടുക്കല്ലേ. നിക്കി എടുക്കാൻ വരട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ ജമാൽ, ഇതെൻ്റെ മകൻ. ഞങ്ങൾ തലശ്ശേരിയിൽ നിന്ന് വരികയാണ്. എന്താ മയ്യത്ത് കാണണ? അതിനു മുമ്പായി ഒരു ചെറിയ കാര്യം ഈ മക്കളുമായി സംസാരിച്ച് തീർക്കാനുണ്ട്. ക്ഷമിക്കണം, നേരത്തിന് എത്താൻ കഴിഞ്ഞില്ല. ഞാനും മരിച്ച കുഞ്ഞുട്ടിക്കയും ദുബായിൽ 30 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു, ഒരേ കമ്പനി. നാട്ടിൽ സ്വന്തമായി ചില ബിസിനസ്സുകൾ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചില സാമ്പത്തിക ഇടപാടുകളും ഞങ്ങൾ തമ്മിലുണ്ട്. മോളുടെ കല്യാണ സമയത്ത് കുഞ്ഞുട്ടിക്ക എൻ്റെ കയ്യിൽ നിന്ന് ഒരു 15 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. ഇതിനൊക്കെ വല്ല രേഖയുണ്ടോ? പണം കൊടുത്തതിന് രേഖയുണ്ട്. വേണ്ട എന്ന് പറഞ്ഞിട്ടും മൂപ്പര് തന്നെ മുൻകൈയെടുത്ത് ഒപ്പിട്ട് തന്ന പ്രൊനോട്ട്. മക്കൾക്കെല്ലാം പണി കൊടുത്തിട്ട് മൂപ്പര് പോയില്ല കേട്ടാ. നിങ്ങൾ ഈ പറഞ്ഞ പണം തിരിച്ചു ചോദിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത സമയം സന്ദർഭം ശരിയായില്ല. നമുക്ക് ഈ മയ്യത്തെ അടയ്ക്കുന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ തീരുമാനിക്കായിരുന്നല്ലോ. ഒരിക്കലും ഈ പണത്തിന് വേണ്ടി ഞാൻ കുഞ്ഞുട്ടിക്കയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച മൂപ്പര് വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞത്, ജമാലെ, ഞാൻ മരിക്കുന്നതിന് മുന്നേ നിന്റെ പൈസ തരാൻ കഴിയാതെ വന്നാൽ അന്ന് നിന്റെ പൈസക്കൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ എന്ത് വന്നാലും എൻ്റെ മയ്യത്തെടുക്കാവൂന്ന്. പണം ഇവിടെ വെച്ച് തരണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ബാപ്പാടെ കടം ഞങ്ങൾ മക്കൾ വീട്ടിക്കൊള്ളാമെന്ന് ഈ മുദ്രപേപ്പറിന്റെ പിന്നിലൊന്ന് എഴുതി ഒപ്പിട്ട് തന്നാൽ മതി. അത്രേ ഉള്ളൂ. സുഹൈലെ, ആ പേപ്പറിൽ ഉപ്പാടൊപ്പനല്ലേ? ഒപ്പൊക്കെ പാടെ തന്നെയാണ്. എന്നാ അതിലാണ്ട് ഒപ്പിട്ട് കൊടുത്താളെ, നേരം കുറയായി. അജയര്, നിന്റെ മോളെ കല്യാണം ഉറപ്പിച്ച വിവരങ്ങൾക്ക് അറിയാലോ. ഈ സംഖ്യ 3 ഭാഗിച്ചാൽ പോലും 5 ലക്ഷം റുപ്യ ഞാൻ കൊടുക്കണ്ടേ? ഇന്നെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടില്ല. സെക്കീറേ, നീ അനക്കെന്താ പറയാനുള്ളത്? എൻ്റെ കാര്യം കുറച്ച് പരിങ്ങല്ലാണ് ആചാര്യ. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ വന്ന നിലക്ക് അതിലൊന്ന് ഇരുന്നിട്ട് പോകണമെന്നാണ് ആഗ്രഹം. കാശില്ലാത്തതുകൊണ്ട് അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യയിലൊന്നുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീം. മോനെ ഷിയാബേ, നീ ഇജ്ജും കൂടി കൈമലത്തിയ സംഗതി ആകൊള്ളു. മരിച്ച വാപ്പാക്കും ഉമ്മാക്കും കടണ്ടെങ്കിൽ അത് വീട്ടേണ്ട മക്കൾ തന്നെയാണ്. ഇജ്ജ് വേഗം ആ കടലാസിലാണ്ട് ഒപ്പിട്ട് കൊടുത്തേ. എൻ്റെ ഹാജിയാരെ, ദുബൈയിലെ ബിസിനസ്സൊക്കെ വലിയ പ്രയാസത്തിലാണ്. 5 ലക്ഷം പോയിട്ട് 5 ഉറുപ്യ പോലും എൻ്റെ എടുക്കാനില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ചെയ്യാനൊന്നുമില്ല. ഇതൊന്നും ഉപ്പ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും ഏൽക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അതന്നെ, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. വഴി മുടക്കാതെ മാറിക്കോ. ഉപ്പാടെ ചെങ്ങായിയാണെന്നൊന്നും നോക്കില്ല. മാറ് മാറ് മാറ്. നിക്ക് കുഴപ്പമുണ്ടാക്കല്ലേ. ഇതൊരു മരിച്ച വീടാണ്, അത് ഓർക്കുക ആദ്യം. ഇനി അതല്ല വേണമെങ്കിൽ വണ്ടിയിൽ എൻ്റെ ആൾക്കാരുണ്ട്, അവരെയും കണ്ടു വിളിക്കാം. ഒരു സീനാവട്ടെ. മോനെ, അവരെയും കണ്ടു വിളിച്ചോ. വേണ്ട, പണം ഞാൻ തരാം. കുഞ്ഞുട്ടി സാഹിബിന് മക്കളെ 3 പേരല്ല 4 പേരാ. ഞാൻ മൂപ്പരുടെ മോളാണ് അസീന. സമ്പാദിച്ചതെല്ലാം പള്ളികൾക്കും നാട്ടുകാർക്കും അനാഥ മന്ദിരങ്ങൾക്കും ബാക്കി ശേഷിച്ചതെല്ലാം ഞങ്ങൾ മക്കൾക്കുമായിട്ട് പകർത്തു തന്നു. എന്റെ പൊന്നുപ്പ ഈ മയ്യത്തെ കട്ടിലേക്ക് കിടന്ന് കേഴുന്നുണ്ടാകും. ഉപ്പാനെ കടക്കാരനാക്കി അയക്കല്ല പൊന്നുമക്കളെ. കയ്യില് പണമില്ലെങ്കിലും എന്റെ വീടും പറമ്പും വിറ്റ ഈ പറഞ്ഞ പണമൊക്കെ കിട്ടും. എനിക്ക് കുറച്ച് സമയം തരണം. പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് തരാ. ഹജാരെ, ആ പേപ്പർ ഇങ്ങോട്ട് വാങ്ങിക്കോളി. അസീനെ പറഞ്ഞ സമ്മതമാണെങ്കിൽ ആ പേപ്പർ കണ്ടു കൊടുക്കി. മോൾ എന്നോട് ക്ഷമിക്കണം. ബാപ്പ എന്നെ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്വം, അത് അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ നിറവേറ്റാൻ എനിക്ക് നിങ്ങളെയൊക്കെ കുറച്ചധികം വിഷമിപ്പിക്കേണ്ടി വന്നു. തലശ്ശേരി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കുഞ്ഞുട്ടിക്കയും ചേർന്ന് വാങ്ങിയ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഞങ്ങളത് വിറ്റത് 10 കോടി രൂപക്ക്. ഉപ്പാടെ ഷെയറായ 5 കോടി രൂപ മൂപ്പരുടെ മരണശേഷം 4 മക്കളിൽ അർഹതപ്പെട്ടവരെ കണ്ടെത്തി അവരെ ഏൽപ്പിക്കാനാണ് എന്നോട് പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ മോളുടെ കയ്യിൽ തന്നെ ഇതെത്താൻ ആ ഉപ്പ ആഗ്രഹിച്ചു കാണും.
എന്റെ പൊന്നുപ്പ. ഇങ്ങനൊരു സീനുണ്ടാക്കി നിങ്ങളൊക്കെ വിഷമിപ്പിച്ചതിൽ എന്നോട് പൊറുക്കണം. ഉപ്പാനെ കബറടക്കി ഞാൻ തിരിച്ചു വരാം. പണം മോൾക്ക് കൈമാറി എനിക്ക് മടങ്ങണം. എന്റെ ഉപ്പ, ഞങ്ങളോട് പൊറുക്കണേ. മോളെ ബാപ്പാനെ സന്തോഷമായി യാത്ര അയക്കും. എന്നാ എടുത്തോളി മക്കളെ. ആ സുഹൈലെ അവിടെ പിടിച്ചോ, മോനെ അവിടെ പിടിച്ചോളി ഇട്ടാ. ആ എല്ലാരും പിടിക്കല്ലേ? ആ എന്നാ എല്ലാരും പിടിച്ചോളി. അജയരെ 5 ലക്ഷം കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ കോടി ഓടി വന്നിരുന്നില്ലേ? യോഗമില്ല, കട്ടിലെ കാല് പിടിച്ചോളി. അതിനൊക്കെ ഒരു യോഗം വേണം. ലാ ഇലാഹ